ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ NCERTയുടെ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ചാപ്റ്റർ 11 ആണ് നോക്കുന്നത്. ഓക്കെ, നേച്ചേഴ്സ് ട്രഷേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അധികം കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് എയർ ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ എയറിൽ പല പല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓക്സിജൻ, നൈട്രജൻ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എത്ര ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. നൈട്രജനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എയറിലുള്ളത്. 78% നമ്മുടെ എയറിൽ നൈട്രജനാണ്. പിന്നെ 21% മാത്രമാണ് നമ്മുടെ എയറിൽ ഓക്സിജൻ ഉള്ളത്. ബാക്കി 1% ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള ഗ്യാസസൊക്കെ ചേർന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ വിൻമില്ലിനെ പറ്റിയാണ് പറയുന്നത്. വിൻമിൽ യൂസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ. വിൻമിൽ ഫാമിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിൻമിൽ ഫാംസ് ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. മുപ്പാണ്ടൽ വിൻ ഫാം ഇൻ തമിഴ്നാടു, ജയ്സാൽമർ വിൻ പാർക്ക് ഇൻ രാജസ്ഥാൻ ആൻഡ് ബ്രാഹ്മൺവെൽ വിൻ ഫാം ഇൻ മഹാരാഷ്ട്ര. ഇത് മൂന്നുമാണ് ഏറ്റവും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വിൻമിൽ ഫാംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യാൻ എന്ത് ഇലക്ട്രിസിറ്റി, അതാണ് മെയിൻ യൂസേജ് അതിൻ്റെ. ഓക്കെ, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളില്ല, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അറിയാമല്ലോ, മഴവെള്ളം ശേഖരിക്കുന്നതിനാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ അതിനെ ഒരു ലോക്കൽ പേരുകളിൽ അറിയപ്പെടും. അതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. വേറെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല. സ്റ്റെപ്പ് വെൽസ് യൂസ് ചെയ്തിട്ടാണ് കോമൺലി രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്, ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് രാജസ്ഥാനിൽ ബവാഡി എന്ന് പറയും. ബവാഡി ഇൻ രാജസ്ഥാനിൽ അറിയപ്പെടുന്നത് ബവാഡി എന്നാണ്. ഗുജറാത്തിൽ അത് അറിയപ്പെടുന്നത് വാവ് എന്നാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അവിടെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേൾഡ് വാട്ടർ ഡേ എന്നാണെന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വാട്ടർ ഡേ വന്നിട്ട് 22 മാർച്ച് എവറി ഇയർ. ഓക്കെ, വേൾഡ് വാട്ടർ ഡേ ആണ്, 22 മാർച്ചാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യനായിട്ട് വരും അതൊക്കെ. ഇനി എന്താണ്, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ എർത്ത്. അറിയാമല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നത്, വൻ മഹോത്സവം എന്ന് പറയുന്ന ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട് നമ്മുടെ രാജ്യം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ജൂലൈയിലാണുള്ളത്. എന്താണ് ഈ സെലിബ്രേഷൻ ചെയ്യുന്നത്? പുതിയ പ്ലാന്റ്സ് വയ്ക്കും, പുതിയ ട്രീസ് പ്ലാന്റ് ചെയ്യും, അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏൻഷ്യൻ ടൈം മുതലേ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മരങ്ങളെ ദൈവമായിട്ടൊക്കെ ആരാധിക്കുന്നതും ഒക്കെ ഒരുപാടുള്ള ഒരു നാടാണ് ഇന്ത്യ, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്, ചിപ്കോ മൂവ്മെൻറ്റ്. അത് 1970കളിൽ ഉത്തരാഖണ്ഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പ്രീവിയസ്ലി ഇത് ഉത്തർപ്രദേശിൻ്റെ പാർട്ടായിരുന്നു. ലോക്കൽ വുമൺ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് മൂവ്മെൻറ്റ്. ദേ എൻസർക്കിൾഡ് ആൻഡ് ഹഗ്ഡ് ദ ട്രീസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ബീയിങ് ഫെൽഡ്. അപ്പം ഈ മരം മുറിക്കുന്നതിന് എതിരായിട്ട് അവിടുത്തെ ലോക്കൽ വിമൻസ് എല്ലാവരും കൂടെ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ട്രീനെ ഹഗ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ നിന്ന് അവരെ ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു മൂവ്മെൻറ്റിനാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. 1970s ഉത്തരാഖണ്ഡിലാണ്, കറണ്ട് ഡേ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വരുന്നില്ല. ഇനി കുറച്ച് സ്റ്റോൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. ലാറ്ററൈറ്റ് സ്റ്റോൺ റോക്സ് ഉപയോഗിച്ച് നമ്മൾ ബ്രിക്സ് ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. ഇനി പിന്നെ സ്ലേറ്റ് യൂസ് ചെയ്തിട്ട് റൂഫിങ്. സ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് റോക്കാണ്, അതൊക്കെ ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചിരുന്നാൽ അതിൽ വേറെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. സ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് റൂഫിങ് ചെയ്യുന്നത്. ഇതാ സ്ലേറ്റ്, സം റോക്സ് ലൈക്ക് സ്ലേറ്റ് ആർ യൂസ്ഡ് ഫോർ റൂഫിങ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇതേപോലെ ഹാൻഡ് ആക്സ് ഉണ്ടാക്കുമായിരുന്നു, ആരോസ് ഉണ്ടാക്കുമായിരുന്നു. നമ്മുടെ അമ്പിൻ്റെ അറ്റത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ആരോസൊക്കെ ഉണ്ടാക്കുമായിരുന്നു നമ്മൾ സ്റ്റോൺ വെച്ചിട്ട്. ഇനി നമ്മളിവിടെ പറയുന്ന വാട്ട് ആർ റോക്സ് മെയ്ഡപ്പ് ഓഫ്. റോക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കണമല്ലോ. ദേ ആർ മെയ്ഡപ്പ് ഓഫ് മിനറൽസ്, മെറ്റൽസ്, അലുമിനിയം, ഗോൾഡ്, കോപ്പർ, അങ്ങനെ പല പല മെറ്റൽസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുമൊക്കെ എടുക്കാം. മിനറൽസ് ആർ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് എയർപ്ലെയിൻസ്. അതൊക്കെ നമുക്കറിയാമല്ലോ, സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്.
പിന്നെ ഫോസിൽ ഫ്യൂവൽസ്. ഇനി ഫോസിൽ ഫ്യൂവലാണ് നമ്മൾ നോക്കുന്നത്. അറിയാമല്ലോ ഫോസിൽ ഫ്യൂവലൊക്കെ, പെട്രോള്, ഡീസൽ, ഇതൊക്കെ ഫോസിൽ ഫ്യൂവലാണ്. നാച്ചുറൽ ഗ്യാസ്, കോള്, ഇതെല്ലാം ഫോസിൽ ഫ്യൂവൽസാണ്. നാച്ചുറൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിങ്ങിന് വേണ്ടി നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നാച്ചുറൽ ഗ്യാസ് കംപ്രസ്ഡ് ഫോമിലാക്കി നമ്മൾ ഫ്യൂവൽ ഫോർ വെഹിക്കിൾസിന് വേണ്ടിയിട്ട് എടുക്കും. വെഹിക്കിൾ അറിയാമല്ലോ, CNG, മറ്റേ AGNP ഒക്കെ നിങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ടാവും. ഇപ്പം എല്ലാവരും ഇപ്പോൾ CNG ഉള്ള വണ്ടികളും കാറും, ഇൻഫാക്ട് ബൈക്ക് പോലും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഏർലിയർ കോൾ, വുഡ് ആൻഡ് ഡങ് കേക്സ് വെർ യൂസ്ഡ് ഫോർ ഫ്യൂവൽ ഫോർ കുക്കിംഗ്. Nowadays, less polluting natural gas and liquefied petroleum gas have been gradually replaced. അപ്പോൾ അറിയാമല്ലോ ഇതൊക്കെ. ഇപ്പോൾ പുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ LPG യൂസ് ചെയ്യുന്ന അതിൽ പുകയൊന്നും അധികം വരത്തില്ല അടുപ്പിൽ. അതേപോലെ തന്നെ CNG യൂസ് ചെയ്യാം, അതിലും പുകയൊന്നും അധികം വരത്തില്ല. പക്ഷേ കോള്, വുഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നേച്ചറിനെ പൊല്യൂട്ട് ചെയ്യുന്നതിന് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ അല്ല. കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും LPGയിലോട്ടൊക്കെ സ്വിച്ചായി. ഇനി ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രശ്നം എന്താ? ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലല്ലേ ഉള്ളൂ. അതാണ് മെയിൻ ഒരു പ്രശ്നം. ഹെൻസ് വി റൺ ഔട്ട് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഇഫ് യു കണ്ടിന്യൂ ടു യൂസ് ദം ഇൻ ദ മാനർ ദാറ്റ് വി കറൻ്റ്ലി ഡു. അപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോസിൽ ഫ്യൂവലൊക്കെ തീരും. ഓക്കെ, അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവായിട്ടാണ് നമ്മൾ പല പല മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. CNG ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, എന്നാലും ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സോളാർ പാനലൊക്കെ പലരും ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ആ കറണ്ട് യൂസ് ചെയ്ത് തന്നെ നമ്മൾ വണ്ടിയൊക്കെ ചാർജ് ചെയ്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഇപ്പം സോളാറിൽ നമ്മുടെ ഇലക്ട്രിക് രീതിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത നാച്ചുറൽ റിസോഴ്സസ് എന്താണെന്നാണ് നോക്കണം. തിങ്സ് വി ഗെറ്റ് ഫ്രം നേച്ചർ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ സണ്ണ്, വാട്ടർ, റിവർ, അത് ഫുഡ്, പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഫുഡ്, ആനിമൽസ്, ഇതെല്ലാം നേച്ചറിൻ്റെ റിസോഴ്സസ് ആണല്ലോ. ഇനി നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആണ്. സോളാർ പാനൽ, ബൈസൈക്കിള്, ഇലക്ട്രിക് ബൾബ്, ഫർണിച്ചർ, ഇതെല്ലാം ഹ്യൂമൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ആണ്. സിമ്പിൾ. അവിടെ നിന്ന് അധികം നോക്കാനില്ലടാ. പിന്നെ റിന്യൂവബിൾ റിസോഴ്സസ് എന്താണെന്ന് നോക്കണം. റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ്? എയർ, വാട്ടർ, ഫോറസ്റ്റ്, ഇതെല്ലാം റിന്യൂവബിൾ അല്ലേ. നമ്മൾ എയറിനെ നമുക്ക് ഒരു കാലത്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ വെള്ളവും അങ്ങനെയാണ്, ഫോറസ്റ്റും അങ്ങനെയാണ്. ഫോറസ്റ്റ് നമ്മൾ ഇപ്പോൾ എത്ര വെട്ടിത്തെളിച്ചാലും പിന്നെയും ഫോറസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നോൺ റിന്യൂവബിൾ സോഴ്സസിന് എക്സാമ്പിൾ? നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് നാൾ വേണ്ടി വരും എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? മിനറൽ, സോയിൽ, റോക്സ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊന്നും പെട്ടെന്ന് റിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് വർഷങ്ങളെടുത്താണ് അത് റിന്യൂ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ.